അപ്പോൾ വായനാ ദിനത്തിൽ വേറിട്ടൊരു കാഴ്ചയാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അത് കോഴിക്കോട് കാരാപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചില കാഴ്ചകളാണ്. പരിമിതികൾക്കുള്ളിൽ നിന്ന് 12,000-ഓളം പുസ്തകങ്ങളുമായി ഈ വിദ്യാലയം പുതിയ തലമുറയെ അക്ഷരലോകത്തേക്ക് നയിക്കുകയാണ്. കോഴിക്കോട് കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെതാണ് ഈ ലൈബ്രറി. കഥ, കവിത, നാടകം, ചരിത്രം അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഗ്രന്ഥങ്ങൾ അനവധിയുണ്ട് ഇവിടെ. ഗാഡ്ജറ്റുകളിലേക്ക് പുതുതലമുറയുടെ സമയമേറെ പോകുന്ന കാലത്ത് ഒരു നല്ല മാറ്റത്തിന് തുടക്കമിടുകയാണ് ഇവിടെ. ക്ലാസ് ഇടവേളകളിലും ഒഴിവു സമയങ്ങളിലും മൊബൈൽ ഫോണിന്റെ സ്ക്രീനുകളിലേക്ക് നോക്കുന്നതിന് പകരം ഈ വിദ്യാലയത്തിലെ കുട്ടികൾ തിരയുന്നത് തങ്ങൾക്ക് പ്രിയപ്പെട്ട പുസ്തകങ്ങളാണ്. കഥകളാണ് കൂടുതലും നോക്കാറ്. ആത്മകഥകളാണ് ഇഷ്ടം. അപ്പം അത് വായിക്കാനാണ് ഇഷ്ടം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നതിന് പകരം പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നന്നാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ളതാണ് ഞാൻ അവസാനമായിട്ട് വായിച്ചത്. അതിൻ്റെ ഓതർ നിമിന വിജയാണ്. ഡയറി ആയിട്ടും അത് കുറച്ചും കൂടെ ഫിക്ഷണലായിട്ടാണ് ആഡ് ചെയ്തത്. അത് ഇപ്പോഴത്തെ ജനറേഷനായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റത്തിനിടയിലും പുതിയ തലമുറയുടെ വായനയെ കൈവിടുന്നില്ല എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ സ്കൂൾ. കുട്ടികളിൽ വായനാശീലം വളർത്താൻ അധ്യാപകരും വലിയ പിന്തുണയാണ് നൽകുന്നത്. നമ്മളടുത്ത് വായനയ്ക്കായിട്ട് നമുക്ക് ഇത്രയും പുസ്തകങ്ങൾ നമ്മളടുത്ത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വായിക്കുക, വളരുക എന്നുള്ളത്. പക്ഷെ അതിലുപരിയായിട്ട് മനുഷ്യൻ്റെ മനസ്സിലുള്ള മനുഷ്യത്വം കളയാതിരിക്കാൻ വായന അത്യാവശ്യം തന്നെയാണ്. കാരണം ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നതിൽ വായനയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പണ്ട് പറഞ്ഞത് കവി കുഞ്ഞുണ്ണി മാഷാണ്. ഈ കാരപ്പറമ്പ് ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർ വായനാശീലം പകർന്നു നൽകിയാണ് കുട്ടികൾക്ക്. ക്യാമറമാൻ അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അനീഷ് ദേവസ്യ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.